എല്ലാ കാലത്തും ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകണം. അപ്പോഴേ ഒരു സമാധാനമുള്ള ഒരു സമൂഹം അവിടെ ഉണ്ടാവുകയുള്ളൂ. ഭരണകൂടത്തെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവിടെയാണ് പൊളിറ്റിക്കൽ ഏറ്റുമുട്ടൽ മാത്രമല്ല, പലപ്പോഴും ആഭ്യന്തരമായിട്ടുള്ള വിഭാഗീയതയിലേക്ക് കൂടി അത് ചെന്നെത്തുന്നത്. ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ ആഭ്യന്തര വിഭാഗീയത എന്നുള്ളത് പലപ്പോഴും കമ്മ്യൂണൽ പോളിസിയിൽ കൂടി വരികയാണ്. ഒരു ബഹുസ്വര രാജ്യമായ ഇന്ത്യക്ക് അതൊരു ബലികേറാൻ വലയാണ്. ഭരണകൂടത്തോടുള്ള അസ്വസ്ഥത, ആ അസ്വസ്ഥത പെട്ടെന്ന് കമ്മ്യൂണൽ വിഭാഗീയതയിലേക്ക് കൂടി നയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സിവിൽ സർവീസ് മേഖല ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പൊളിറ്റിക്കലി പവർ ഉണ്ടെങ്കിലും സിവിൽ സർവീസിൽ നിന്ന് ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിക്കൂടാ. ആ അതൃപ്തി ആയിരിക്കും പലപ്പോഴും ആഭ്യന്തരമായിട്ടുള്ള വിഭാഗീയതയിലേക്കും എതിർപ്പുകളിലേക്കും ഒക്കെ ക്ഷണിക്കപ്പെടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് മേഖലയിൽ ഉത്തരവാദിത്തമുള്ളവരെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കും. എത്തിക്സിനെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം സിവിൽ സർവീസ് മേഖല കൈകാര്യം ചെയ്യേണ്ടത്, അതിലേക്ക് മറിയേണ്ടത്. ആ രീതിയിലുള്ള പരിശീലനങ്ങൾ തീർച്ചയായിട്ടും സിവിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. അതൊന്നും നമ്മളവരെ കുറ്റപ്പെടുത്തുന്നില്ല, ചെറുതായി കാണുന്നില്ല. ആ മേഖലയിലേക്ക് എല്ലാ സമൂഹങ്ങളുടെയും പ്രാതിനിധ്യവും വേണം. ഇന്ത്യ ഒരു വലിയ സമൂഹമാണ്, ഒരു ബഹുസ്വര സമൂഹമാണ്. ന്യൂനപക്ഷ സമൂഹങ്ങളുണ്ട്, ഇതര സമൂഹങ്ങൾ ഇവിടെയുണ്ട്. അപ്പം അതിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് പ്രാതിനിധ്യം വളരെ വലുതാണ്. ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസപരമായി വളരെ മുന്നോട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പൊളിറ്റിക്കൽ ശക്തിയുടെ ഫലമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അവബോധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഈ കാലത്തും ന്യൂനപക്ഷങ്ങൾ ഈ രംഗത്ത് വളരെ മുന്നേറുന്നുണ്ട്. പലപ്പോഴും അത് ഔദ്യോഗിക മേഖലയിൽ ഓഫീസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അതിലപ്പുറത്ത് സിവിൽ സർവീസ് മേഖലയിലേക്ക് കൂടി ന്യൂനപക്ഷ പ്രാതിനിധ്യം വരുമ്പോൾ അവിടെയാണ് ഭരണകൂടത്തിൻ്റെ സംയമനത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. ബാലൻസിങ്, അഡ്മിനിസ്ട്രേഷൻ്റെ ബാലൻസിങ്, അത് തീർച്ചയായിട്ടും ന്യൂനപക്ഷ സമൂഹങ്ങൾ കൂടി അഡ്മിനിസ്ട്രേഷൻ സർവീസിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ബാലൻസിങ് നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുക.